ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോടാണ് കേട്ടോ. കോഴിക്കോട് വേറെ ആവശ്യത്തിന് പോയതായിരുന്നു. എന്തായാലും അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി മന്തിയായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ പോയത് ബീച്ചിലേക്കാണ്. കോഴിക്കോട് വന്നാൽ പിന്നെ ബീച്ചിൽ പോലെ നിർബന്ധമാണല്ലോ. എൻ്റെ സ്വത്തുമണിക്കാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിലിറങ്ങാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ആ തലക്കൊക്കെ നടന്നു പോവാം, അവിടെ ഇറങ്ങാന്നൊക്കെ വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ഒരു ചേച്ചി ഒന്ന് കൈ നോക്കാന്ന് പറഞ്ഞത് കേട്ടോ. പിന്നെ ചെറിയ വിഷമം കിട്ടിയാൽ വലുതാക്കാൻ നല്ല മോളെ വലുതാക്കാൻ നിർത്താക്കാൻ അറിയില്ല കേട്ടാ. മോളെ ഉമ്മ മക്കളെ കാത്തോളാം. സ്വർണ്ണത്തിന് മോഹമില്ല, വർഷത്തിനാണ് മോഹം കേട്ടാ. പഠിച്ചത് ജോലി വാങ്ങേണ്ട മോളെ. വിദ്യാഭ്യാസം കൂടുതൽ കിട്ടിയിട്ടില്ല, അതായത് മോള് പഠിച്ച് ജോലി കൊടുക്കൂല കേട്ടാ. ജന്മനാടൊക്കെ വിട്ടുപോകാൻ കിട്ടിയിട്ടുണ്ട്. ഒരു യാത്രയുണ്ട്, ഇന്ത്യൻ്റെ പുറത്തൊക്കെ പോകാറുണ്ട് കേട്ടാ. സ്വർണ്ണത്തിനല്ല മോഹം, വസ്ത്രത്തിനാണ് മോഹം. എന്തോ നാലാളെ കാണുമ്പോൾ കളിയും ചെറിയ സന്തോഷമുണ്ട്. തനിച്ചിരിക്കുമ്പോൾ ആൾ ചെറിയൊരു വിഷമക്കാരിയാണ്. ചെറിയ വിഷമം കിട്ടിയാൽ വലുതാക്കിയിട്ട് തനിച്ചിരുന്ന് ചിന്തിച്ചിരുന്ന് ചെറുക്കുകയും ചിന്തിച്ചിരുന്ന് സങ്കടപ്പെടുകയും കേട്ടാ. പറയുന്ന കേട്ടപ്പോൾ എനിക്കും തോന്നി ശരിയാണെന്നുള്ളത് കേട്ടോ. കാരണം എൻ്റെ എല്ലാ കാര്യങ്ങളും അതേപോലെ പറയുന്നുണ്ട് ചേച്ചി. പക്ഷെ ചിലവർക്ക് വിശ്വാസം ഉണ്ടാവുള്ളൂ ഇതിൽ കേട്ടോ. എനിക്കറിയില്ല, എന്തായാലും എൻ്റെ കാര്യമൊക്കെ കറക്റ്റ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് എന്തായാലും വിശ്വാസമായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഉപ്പിലിട്ട് എന്തെങ്കിലും മേടിക്കാൻ വിചാരിച്ചിട്ടാണ് തോന്നുന്നു. ഉപ്പിലിട്ടതല്ല കഴിച്ചു, ചൊരണ്ടേസ് കേട്ടോ. ആദ്യം ചൊരണ്ടേസ് കഴിക്കാൻ വിചാരിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളെപ്പോൾ പോയാലും അവിടെ നിന്ന് കഴിക്കലുണ്ട്. ആ ഒരു ടൈം കൊണ്ട് അനിയനാണെങ്കിൽ പോയി പട്ടം വാങ്ങിയിട്ടുണ്ട്. ഓനാണെങ്കിൽ അതുകൊണ്ട് കുടുങ്ങി ചെയ്താണ്. അങ്ങനെ നമ്മൾ ചൊരണ്ടേസ് ഒക്കെ മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല വെയിലത്ത് ചൊരണ്ടേസ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. എൻ്റെ സ്വന്തം മണിയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് എന്നെ വിളിക്കുന്നുണ്ട് വേണം പറഞ്ഞിട്ട്. ഓനക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഉപ്പിലിട്ടത് അതുപോലെ ഈ പുറത്തത്തെ ഐറ്റംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഓനക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യം ഭയങ്കര തണുപ്പായ കാരണം വേറെ എന്തോ ഒരു എക്സ്പ്രഷനാണ് കണ്ടത്. എന്നാലും ഓൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ബീച്ചിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം എന്തായാലും വെള്ളത്തിലൊക്കെ ഇറങ്ങി കളിക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് കാലമായിട്ട് യൂട്യൂബൊന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര വിഷമത്തിലായിരുന്നു കേട്ടോ ഗൈസ്. പിന്നെ ഞാൻ വിചാരിച്ചു എൻ്റെ എൻ്റർടൈൻമെൻറ്റ് യൂട്യൂബ് തന്നെയാണ്, എനിക്കിഷ്ടപ്പെട്ട ഒരു പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് അതന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് യൂട്യൂബ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. മുമ്പ് എനിക്കൊരു അക്കൗണ്ട് ഉണ്ടായിരുന്നു, പോയി ഗൈസ്. അതിപ്പോൾ എന്തായാലും കയ്യിലില്ല. അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, കൂടെ ഉണ്ടാവുക. അങ്ങനെ ഞാനും സ്വത്തുമണി കുറേ നേരം വെള്ളത്തിലൊക്കെ കളിച്ച് പിന്നെ നമ്മളെ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് നിൽക്കാൻ കേട്ടോ ഗൈസ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. തിരമാല അങ്ങനെ വരുന്നതാണ്. പിന്നെ ഈ ചൂടത്ത് നല്ല തണുത്ത വെള്ളം വരുന്നു കേട്ടോ. നിൽക്കുമ്പോൾ നല്ല സുഖം ഉണ്ടായിരുന്നു, അവിടെ നല്ല തണുപ്പുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വണ്ടിക്ക് തന്നെ പോകാൻ കേട്ടോ. കുറച്ചങ്ങനെ നടക്കും വേണം വണ്ടിക്ക്. പോണതിന് മുമ്പ് നമ്മളൊന്ന് ചായ എടുക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. കോഴിക്കോട് വന്ന് പിന്നെ കല്ലുമ്മക്കായ കഴിക്കാതെ പോയാൽ പിന്നെ എന്തായാലും രസം. അതുകൊണ്ട് ഞങ്ങൾ കല്ലുമ്മക്കായാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തോ ഈ കല്ലുമ്മക്കായ അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പം എവിടുന്ന് കല്ലുമ്മക്കായ കഴിച്ചാലും എനിക്ക് കണ്ട് സെറ്റായി കിട്ടണില്ല. എന്തോ ഭയങ്കര ഉറപ്പായിരുന്നു. പോരാത്തിന് ഭയങ്കരമായിട്ട് തണുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കോളിഫ്ലവർ പൊരിച്ചതും മേടിച്ചിട്ടുണ്ടായിരുന്നു. അതും അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ ഗൈസ്. ഒരു രസം ഉണ്ടായിരുന്നില്ല. പിന്നെ ലാസ്റ്റ് നമ്മൾ ഉപ്പിലിട്ട് പൊരിച്ചു കേട്ടോ. അത് മാത്രം പാളി പോയിട്ടില്ല. അതെന്തായാലും നല്ലതായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, എല്ലാവർക്കും ഇഷ്ടമായി കേട്ടോ. പിന്നെ അനിയനാണെന്നുണ്ടെങ്കിൽ സ്വത്തുമണിക്ക് എന്തോ ഒരു ടോയ്സ് ഒക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് അടങ്ങി ഇരുന്നോട്ടെ വിചാരിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ സഞ്ജു നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. ഇഷ്ടപ്പെടാൻ ലൈക്ക്